രാവിലെ തന്നെ കുറച്ച് മരാമത്ത് പണിയാണ് ഓഫീസിൽ പോകുന്നതിന് മുമ്പ്. നമ്മുടെ ഈ ബാൽക്കണിയിലേ പ്രാവ് കയറിയിട്ട് ഭയങ്കര ശല്യം. പ്രാവ് കയറി കുളവാക്കും. എത്ര നമ്മൾ വൃത്തിയാക്കിയാലും വീണ്ടും വീണ്ടും പ്രാവ് വരും, കുളവാക്കും. നമ്മൾ ഓടിച്ചാൽ വീണ്ടും അന്നേരം ഓടിപ്പോകും, പിന്നെ തിരിച്ച് അടുത്ത മിനിറ്റ് വീണ്ടും തിരിച്ചു വരും. ഇതുപോലത്തെ ഹുക്ക് എല്ലായിടത്തും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹുക്ക് ഫിറ്റ് ചെയ്ത് അതിനകത്ത് പൈപ്പ് ഇറക്കി വെച്ചിട്ട് വലയിടാനായിട്ടാണ്. ഇതുപോലെ ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ പൈപ്പ് ഇറക്കി വെക്കാനാണ് പ്ലാന്. എന്നിട്ട് ഇവിടെ ജസ്റ്റ് കമ്പി കൊണ്ട് കെട്ടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ വലയിടാനാണ് പരിപാടി. ഇതുപോലത്തെ 3 പൈപ്പ് വെക്കാനായിട്ടല്ലേ അച്ഛാ? 4 മേടിച്ചു. നമുക്ക് 3 വെക്കാനുള്ള സ്പേസ് ഉള്ളൂ. 3 മതി. ഇതുപോലെ കെട്ടുവാണോ? ഇതുപോലെ കമ്പി കൊണ്ട് കെട്ടിയാൽ സ്ട്രോങ് ആയിട്ട് നിന്നോളൂല്ലോ. ഇതാണ് നെറ്റ്. ഇത് നമ്മൾ സഫാരി മാളിൽ നിന്ന് 6 ദിർഹംസ് കൊടുത്ത് വാങ്ങിയ ഈ നെറ്റ്. നമ്മുടെ ബാൽക്കണിയിൽ പ്രാവിൻ്റെ ഭയങ്കര ശല്യമായിരുന്നേ. മിക്കവർക്കും ഈ UAE-യിലുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാവും ഈ ബാൽക്കണിയിൽ പ്രാവിൻ്റെ ശല്യം. നമ്മൾ പണ്ട് സമാധാനത്തിൻ്റെ ചിഹ്നമായിട്ട് കാണിക്കുന്ന പ്രാവായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ പ്രാവിൻ്റെ ശല്യം കാരണം ഇപ്പോൾ പ്രാവിനെ കാണുന്നതേ ദേഷ്യമായി തുടങ്ങി. ബാൽക്കണി ഫുൾ അപ്പിയിട്ട് കൂട്ടിയായിരുന്നു പ്രാവുകൾ. എന്നിട്ട് നമ്മളിപ്പം അതിനെ പ്രതിരോധിക്കാനായിട്ട് വല ഇടാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വല ഇങ്ങനത്തെ വല ഇല്ല, ഈ നൈസായിട്ടുള്ള വല തിരഞ്ഞ് കുറേ നോക്കി കേട്ടോ. പക്ഷെ മിക്ക കടയിലും ഇത് കാണാനില്ലായിരുന്നു. ലാസ്റ്റ് നമുക്ക് ഷാർജയിലുള്ള സഫാരി മാളിൽ നിന്നാണ് ഇത് കിട്ടിയത്. എന്തറിയോ ഇതെന്താണ്? പ്രാവ് ഇരിക്കാതിരിക്കാനാ? ഈ കമ്പീൻ്റെ മുകളിലേ അല്ലെങ്കിൽ പ്രാവിരിക്കും പൈപ്പിൻ്റെ മുകളിൽ. അപ്പോൾ അത് അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു സംഭവം ആക്കി വെച്ചിട്ട് അതെടുത്ത വേണ്ടി പൈപ്പിൻ്റെ ഉള്ളിൽ ഇടുക. അപ്പോൾ അതാകുമ്പം പ്രാവ് അതിൻ്റെ മുകളിൽ ഒന്നും ഇരിക്കൂല. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ വലയിട്ടിട്ട് നിർത്തി വെച്ചാൽ മതി. ഓക്കെ, അതിലിട്ടു. ഇല്ല, ഇവിടെ ഒരു പ്രാവിനെ നമ്മൾ മുട്ടയിട്ട് വിരിയിക്കാനുള്ള അവസരം കൊടുത്തതായിരുന്നു. 2 മുട്ടയിട്ട്. അപ്പം നമ്മൾ ഓർത്തുന്ന ഈ പ്രാവും കുഞ്ഞ് വിരിയുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാന്ന് ഓർത്തേ. അപ്പോൾ 18 ദിവസം എടുത്താണ് ആ പ്രാവും കുഞ്ഞുങ്ങൾ ഉണ്ടായത്. പ്രാവും കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ അവർ ഈ കുറച്ച് വലുതായിട്ട് പറക്കാൻ പഠിക്കുന്നിടം വരെയുള്ള നാൾ വരെ നമ്മൾ വെയിറ്റ് ചെയ്തു. കാരണം അല്ലെ പിന്നെ നമ്മൾ അത്രയും ദിവസം അവർക്ക് വേണ്ടി ഇത്രയും ഹെൽപ്പ് ചെയ്തത് വെറുതെ ആകില്ലേ. അത് കാരണം അങ്ങനെ പ്രാവും കുഞ്ഞുങ്ങൾ വളർന്ന് പറക്കാൻ പഠിച്ച് പറന്ന് പോയി കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ബാൽക്കണി വൃത്തിയാക്കുന്നത്. അപ്പോഴത്തേനും ബാൽക്കണി ആകെപ്പാടെ വൃത്തികേടായി. കാരണം ഈ പ്രാവ്, അതിൻ്റെ അച്ഛൻ പ്രാവ്, വേറെ ഏതൊക്കെയോ പ്രാവൊക്കെ വരുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വന്നു പോകും ഇങ്ങനെ ഇരിക്കും. പ്രാവ് കുഞ്ഞൊക്കെ തീറ്റ കൊണ്ട് കൊടുക്കും. അങ്ങനെയായിരുന്നു. നമുക്ക് കാണാനൊരു രസമായിരുന്നു. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ ഇവരെ കാണാനായിട്ട്. ആദ്യമായിട്ട് കിട്ടുന്ന അവസരമല്ലേ അങ്ങനെ. അപ്പോൾ ലാസ്റ്റ് ഇവർ പറക്കാൻ തുടങ്ങുമ്പോൾ ഈ സൈഡ് തൊട്ട് ആ സൈഡ് വരെ ഇങ്ങനെ നടന്നൊക്കെ ആണ് പറക്കാൻ പഠിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ തൊട്ട് ഈ അറ്റം വരെ അവർ അപ്പിയിട്ട് കൂട്ടി ആകെപ്പാടെ വൃത്തികേടായിരുന്നു. പിന്നെ ലാസ്റ്റ് പറന്ന് പോയപ്പോഴാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുന്നത്. ഇപ്പം നോക്കുമ്പോൾ വേറെ പ്രാവുകളൊക്കെ വരുന്നു മുട്ടയിടാനായിട്ട്. അത് കാരണം നമ്മൾ ഓർത്തു ഇത് നീറ്റാക്കി ഇട്ടില്ലെങ്കിൽ വല്ല രോഗം വന്നാലോ. ഇപ്പോഴത്തെ കാലമല്ലേ, വല്ല അലർജിയും ഇതൊക്കെ വരത്തില്ലേ, പിള്ളേരും കൂടെ ഉള്ളതായിരുന്നു. അത് കാരണം നമ്മൾ ഓർത്ത് ഇനി എന്തായാലും മതി, നമുക്കത് മറച്ച് വെച്ചേക്കാന്ന് ഓർത്തു. അപ്പോൾ ഈ വല തേടി നടക്കുമായിരുന്നു. ലാസ്റ്റ് ഇങ്ങനത്തെ ഈ നൈസായ വലയാകുമ്പോൾ നമുക്കിത് ഇട്ട് കഴിഞ്ഞാലും പുറമേയുള്ള നല്ലോണം വെളിച്ചകത്തേക്ക് കിട്ടുമല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ വല നോക്കി നടന്ന് ലാസ്റ്റ് ഇത് കിട്ടി സഫാരി മാളിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഇടുമല്ലോ, ആ ധൈര്യത്തിൽ ഞാൻ ഇന്നലെ ബാൽക്കണി ഫുള്ള് ക്ലീൻ ചെയ്തു. ഒരു 1.5 മണിക്കൂർ നേരത്തെ അധ്വാനമായിരുന്നു. കാരണം ഉറച്ചു പോയി ഇതൊക്കെ ഒന്ന് കളയാനായിട്ട് ഭയങ്കരമായിട്ട് പാടുപെട്ടു ഞാൻ. ഇനി വേണേൽ ഒന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം, ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട്. അല്ലേ ചാ? വൃത്തിയായില്ലേ? എൻ്റെ അധ്വാനത്തിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്താലെന്ത്. അങ്ങനെ അപ്പോൾ ഇതാണ്ട് വലയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. മുള്ളും കമ്പിയും വേലിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്തൂടെ. അത് കാരണം ഇപ്പോൾ ഇനി കുഴപ്പമുണ്ടാകത്തില്ല, വന്ന് കയറത്തില്ലെന്ന് വിചാരിക്കാം പ്രാവുകൾ. ഇതിൻ്റെ താഴെ നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ആ സ്വിമ്മിംഗ് പൂളിൻ്റെ ചുറ്റും പ്രാവുകളാണ്. അതുകൊണ്ട് എല്ലാവരും അവിടെ വന്ന് കുളിക്കുന്നു, വെള്ളം കുടിക്കുന്നു. അത് കാരണം നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവർ ആഴ്ച 2 പ്രാവശ്യം ക്ലീൻ ചെയ്യുന്നതാണ്. എന്നാൽ പോലും ക്ലീൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അല്ലാണ്ട് നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാര്യം വലിയവർക്ക് പൂളുണ്ട്, ബേബി പൂളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ യൂസ് ചെയ്യാൻ പറ്റാതെ പിന്നെ അതുണ്ടായിട്ട് കാര്യമില്ലല്ലോ. അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് അവർ തന്നെ വിചാരിക്കണം. പക്ഷെ നമ്മളിവിടെ നമ്മളുടേതായ ഭാഗം നമുക്ക് കുറച്ച് ക്ലീനാക്കാന്ന് ഓർത്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കാം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബാൽക്കണി ഉപയോഗപ്പെടുത്താൻ പറ്റി. ഇതുപോലെ എന്തെങ്കിലും പ്രാവിൻ്റെ ശല്യമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞു വല ഇട്ടാൽ മതി കേട്ടോ. ഈ ഇത്രയും വണ്ണം കുറഞ്ഞ വല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചം കിട്ടും അകത്തേക്ക്. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പണി പുറകിൽ. അങ്ങനെ നമ്മുടെ പരിപാടി വിജയിച്ചിട്ടുണ്ട്. വലയായിട്ടുണ്ട്, ഫുള്ളിട്ടു. നമ്മളിങ്ങനെ ഒരു വല 3ആയിട്ട് ജോയിൻ ചെയ്ത കേട്ടോ. കാരണം വീതി കുറവായിരുന്നു വലയ്ക്ക്. എന്നിട്ട് മുകളിൽ ഇതുപോലെ ആണി അടിച്ചിട്ട്
ഫിറ്റാക്കിയേക്കുന്നത്. അപ്പോൾ ഇതുപോലെ പ്രാവിൻ്റെ ശല്യമുള്ളവരെ ഇതുപോലത്തെ നൈസായിട്ടുള്ള വല ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് സൺലൈറ്റും കിട്ടും, പ്രാവ് കയറത്തുമില്ല. അപ്പം എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ എന്ന് പറയുമ്പോഴേ കയ്യിൽ ഇതൊക്കെയുള്ള കാര്യം റിപ്പർ നിത്യ. അപ്പോൾ ബൈ, ശരിക്കും ബൈ.